അസുഖം കണ്ടു തുടങ്ങിയപ്പോൾ ഇന്ന മരുന്നൊന്നുമില്ല, പല മരുന്നുകളായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റണ കുറച്ച് റെമഡീസുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഫേസിൽ ആദ്യം നോക്കി. പിന്നെ അത് ക്ലിയർ ആവാഞ്ഞിട്ടാണ് ഡോക്ടർമാരൊക്കെ കാണിക്കൽ തുടങ്ങിയത്. കാണിച്ചതിൻ്റെ ശേഷം പിന്നെ പല പല മെഡിസിനുകൾ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളതുണ്ടാവും, കുറേ അടിക്കാനുള്ളതുണ്ടാവും, കുറേ തേക്കാനുള്ളതുണ്ടാവും. കാരണം ആയുർവേദമാകുമ്പോൾ കുറേയൊക്കെ പച്ചമരുന്നുകളാണ്. അത് അലോപ്പതിക്ക് വരുമ്പോൾ നല്ല വീര്യം, നല്ല സ്ട്രോങ് ഉള്ള ഓരോ സ്പ്രേകളാണ്, പല കെമിക്കലായിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഈ ഫേസിലെ സ്കിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചെറിയ സ്കിന്നാണ്, ഒരു നൈസായിട്ടുള്ള സ്കിന്നാണല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പല മെഡിസിൻ യൂസ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഒരു സമയമായപ്പോൾ സ്കിന്നൊക്കെ ആകെ ഡാമേജ് ആയിപ്പോയി. ആകെ ഒരു പ്രത്യേക രീതിക്ക് മാറി. തൊലിയൊക്കെ കണ്ട് കറുത്ത്, പിന്നെ അത് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ചു. അവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യമൊക്കെ തുടങ്ങി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചിരുന്നു, ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഫേസിൽ, പിന്നെ അതിനെന്തെങ്കിലും മാറ്റം വരാൻ വല്ല സാധ്യത ഉണ്ടോ ചോദിച്ചപ്പോൾ നമുക്ക് ഡോക്ടർ അന്ന് എനിക്ക് കുറച്ച് മരുന്നുകൾ എഴുതി തന്നതാണത്. അങ്ങാടി മരുന്ന് എന്നൊക്കെ പറയില്ല, നമ്മൾ കടയിൽ ചെറിയ ആയുർവേദത്തിൻ്റെ കടയിൽ കിട്ടുമല്ലോ, അങ്ങനത്തെ കടയിൽ നിന്ന് പിന്നെ എഴുതി തന്നു. എന്നിട്ട് അത് ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ 5-6 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഫുൾ ടൈം ഒന്നും യൂസ് ചെയ്യലില്ല, ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു 1 ടൈം. ആദ്യത്തെ ഒരു മാസം ഞാൻ വീക്കിലി 2 പ്രാവശ്യം ചെയ്തിരുന്നു. ഇപ്പം വീക്കിലി 1 ടൈമോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ 1, 15 ദിവസം കൂടുമ്പോൾ ഒരു ടൈം, അങ്ങനെയൊക്കെ ഉള്ളൂ. മാസത്തിലൊരു 2 ടൈം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അത് എന്തൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള പൗഡറുകളാണ്, പലതരം, കുറച്ചൊരു 5-6 ഐറ്റം പിന്നെ മരുന്നുകളായിട്ടുള്ളൊരു പൊടിയാണ്, പൗഡറാണ് വരുന്നത്. അത് എന്നോട് യൂസ് ചെയ്യാൻ പറഞ്ഞത് പിന്നെ നമ്മൾ തൈരിൽ, യോഗട്ടില്ലേ, അതിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ അതല്ലെങ്കിൽ പൊട്ടാറ്റോ ജ്യൂസ് ഇതാക്കിയിട്ട് പിന്നെ ഓറ് വെള്ളമില്ലാതെ ക്രീമായിട്ട് അങ്ങനെ യൂസ് ചെയ്യാന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും ഈ യോഗട്ടാണ് കിട്ടുക, തൈരാണ്. അപ്പോൾ ഞാൻ തൈരാണ് ഇത്രയും സമയം യൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു 5 മാസമായിട്ട്. കുഴപ്പമൊന്നുമില്ല, എനിക്കെൻ്റെ റിസൾട്ട് ഉണ്ട്. എനിക്ക് കുഴപ്പമില്ലാത്തൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 5-6 മാസമായിട്ട്, ഏകദേശം 5-5.5 മാസമായിട്ടുണ്ടാവും ഞാൻ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അലോപേഷ്യ വന്നിട്ട് മരുന്നുകൾ യൂസ് ചെയ്യണവർക്ക് ഈ പ്രശ്നം ഉണ്ടാവും. കാരണം ഫേസിൽ പല പല മരുന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്കിന്നൊക്കെ ആകെ ഡാർക്കായി പോവും. വൈറ്റ് ഉള്ള ആളുകൾ കേട്ടോ, ഞാൻ അങ്ങനെ വലിയ വൈറ്റ് ഒന്നല്ല, എങ്കിലും ഒരു മീഡിയം ക്വാളിറ്റിയാണ്. പക്ഷെ ഉള്ള സ്കിന്നൊക്കെ ഡാമേജ് ആയി. അപ്പോൾ പിന്നെ ആദ്യം ഇതിൻ്റെ പ്രശ്നം മാറിയിട്ടേ നമുക്ക് ഡോക്ടറോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ പ്രശ്നമാണ് എന്തെങ്കിലും ഒരു സോൾവ് ആയിക്കോട്ടെ എന്നിട്ട് വിചാരിച്ചിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഡോക്ടറോട് പറഞ്ഞത്. അതിൻ്റെ ശേഷം ഡോക്ടർ എനിക്ക് തന്നാണ്. പക്ഷെ തരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരു 1 മന്ത് കൂടി കഴിഞ്ഞോട്ടെ എന്നിട്ട് യൂസ് ചെയ്താൽ മതി എന്നിട്ട്. അങ്ങനെ പിന്നെ ഏകദേശം ഒരു 5 മാസമായി, 5-5.5 മാസമായിട്ടുണ്ടാവും യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിത്. നമ്മൾ ഫേസിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഫേസ് നല്ലോണം വാഷ് ചെയ്യണം. നമ്മളിപ്പോൾ എല്ലാവരും പല ഫേസ് പാക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളത് ഈ ഫേസ് പാക്ക് എടുക്കും, ഫേസ് ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുഖം കൊണ്ട് ഒന്നുകൊണ്ട് കഴുകും, എന്നിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യലാണ്. പക്ഷെ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചുകൊണ്ട് നല്ല വൃത്തിയാക്കി നല്ല കഴുകുക. എന്നിട്ട് നല്ല ഡ്രൈ ആക്കിയതിൻ്റെ ശേഷം ആ സാധനം യൂസ് ചെയ്യുക. എന്നിട്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നല്ല തണുത്ത വെള്ളത്തിലാണ് കഴുകി കളഞ്ഞാൽ മതി. ഒരു വീക്കിലി 1 ടൈമൊക്കെ, ഇതെന്നല്ല കേട്ടോ, ഏത് പാക്കിങ്. പിന്നെ കഴിയുന്നതും ഈ ഹെർബൽ സംബന്ധമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ചെറിയ പാക്കിംഗ് ഉണ്ടാവും. ഇപ്പോൾ യൂട്യൂബൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ പല സംഗതി കിട്ടും. അപ്പോൾ അതൊക്കെ എത്ര കണ്ട് ഇപ്പോൾ റിസൾട്ട് ഉണ്ടോയെന്നൊന്നും അറിയില്ല. അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കാറില്ല. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ചെയ്തു എന്നുള്ളൂ. ഇപ്പോൾ ഞാനങ്ങനെ അടുപ്പിച്ച് ചെയ്യാറില്ല, മന്ത്ലി 2 ടൈമൊക്കെ ചെയ്യും. അതിപ്പോഴും ഞാൻ മരുന്ന് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട് ഫേസിന്, താടിക്ക്, അതേമാതിരി മീശക്ക്, പുരികത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും ഒരു ഇത് ഇനി സ്കിൻ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ഇതുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ്.
ഇതേപോലെ ഡ്രൈ ആവും. നമ്മളിപ്പോൾ ചെയ്ത ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. കുഴപ്പമില്ലാത്ത ഒരു ഗ്ലോ കിട്ടും നമുക്ക്. ഇപ്പോൾ ഏകദേശമൊക്കെ ശരിയായില്ലേ? പഴയ ഫോട്ടോ ഇപ്പോഴത്തൊക്കെ നോക്കുമ്പോഴേ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. മറ്റേതാകെ സ്കിന്നൊക്കെ ആകെ ഡാർക്കായിരുന്നു. ഏകദേശമൊക്കെ കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ നല്ല വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യാം. 20 മിനിറ്റ് അത് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആയി വരും. അതിൻ്റെ ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക. വേറെ ക്രീമുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ഒരു 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വീക്കിൽ 1 ടൈം ഇതുപോലെയുള്ള പാക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് എന്തുവാണെങ്കിലും ആയുർവേദത്തിൽ പല വിധത്തിലും വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മറ്റേലും എല്ലാ ഇതിലുണ്ട് കേട്ടോ. അലോപ്പതിയിലുണ്ട് പല ക്രീമുകളും ഷാമ്പുകളൊക്കെ പാക്കുകളൊക്കെ ഉണ്ടല്ലോ. പോരാത്തതിന് നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാക്കിങ് ഉണ്ടാക്കും. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള യൂസ് ചെയ്യുക. നമ്മൾ ഈ മറ്റുള്ള ക്രീമുകളൊക്കെ ഒഴിവാക്കുക. അതൊക്കെ തേക്കുമ്പോൾ ഒരു ഗ്ലോ കിട്ടും. പിന്നീട് അതൊക്കെ പല പ്രശ്നങ്ങളല്ലേ. പുതിയ പുതിയ അസുഖങ്ങളൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മെഡിസിൻ യൂസ് ചെയ്തിട്ട് അസുഖങ്ങൾ വരുത്തി വെക്കണ്ട. അല്ലാതെ വരുന്നതൊന്നും ഇപ്പോൾ നമുക്ക് തടുക്കാൻ കഴിയില്ല. നമ്മൾ നല്ല ഭക്ഷണം, പിന്നെ നല്ല രീതിയിൽ വൃത്തിയിൽ നടക്കുക, നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്തിട്ട് പരമാവധി മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.